റൈറ്റ്. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണം ആണ് ഉണ്ടായത്. പ്രത്യേകിച്ച് അമ്മയുടെ പ്രതികരണം വൈകിയതുമായി ബന്ധപ്പെട്ട് ക്ഷമാപണം നടത്തുകയും അതിൽ താൻ അടക്കമുള്ളവരുടെ ഭാഗത്ത് നിന്ന് താൻ അതിൻ്റെ ബാധ്യത അല്ലെങ്കിൽ അത് മാറ്റിവെക്കുന്നില്ല എന്നൊക്കെയുള്ള തരത്തിൽ പ്രതികരണം വന്ന ശേഷം ഇപ്പോഴിതാ ജഗദീഷ് തന്നെയാണ് ഇത്തരത്തിൽ അമ്മയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം വൈകാൻ കാരണമായത് എന്ന വെളിപ്പെടുത്തൽ ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ന്യൂസ് 18 പ്രൈം ഡിബേറ്റിൽ ആയിരുന്നു ഇത്തരത്തിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്. ജോസ് തോമസ് ആണ് ഈ നടന്റെ പേര് വെളിപ്പെടുത്തുകയും ചെയ്തത്. പ്രൈം ഡിബേറ്റിലെ തത്സമയ ചർച്ചയ്ക്കിടെയായിരുന്നു ഇത്തരത്തിൽ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ശ്രീ ലിബർട്ടി ബഷീർ ടെലിഫോൺ ലൈനിൽ ഉണ്ട്. ശ്രീ ലിബർട്ടി ബഷീർ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം എന്തുകൊണ്ട് അമ്മ പ്രതികരിക്കുന്നില്ല എന്നത് എല്ലായിടത്തു നിന്നുമുള്ള ഒരു ചോദ്യമായിരുന്നു. അവിടെ അമ്മ പ്രതികരിക്കാൻ വൈകിപ്പോയി എന്ന് കുറ്റപ്പെടുത്തിയ ആൾ ആണ് ജഗദീഷ്. ഇപ്പോഴിതാ ഫെഫ്ക പറയുന്നു ഇക്കാര്യത്തിൽ പ്രതികരണം വൈകാൻ കാരണമായത് ജഗദീഷാണ് എന്ന്. താങ്കളുടെ അറിവ് എന്താണ്? എന്നെ സംബന്ധിച്ചിട്ട് ഞാനിപ്പോ എന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ് ജോസ് തോമസും എന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ് ജഗദീഷും. ഞാൻ ജഗദീഷിനോട് ഇക്കാര്യം ഞാൻ സംസാരിച്ച സമയത്ത് ജഗദീഷ് പറയുന്നത് ഞാൻ മാത്രമല്ല മമ്മൂക്കയും ഇതേ അഭിപ്രായക്കാരനാണ്. ഇടുത്തിയാടിച്ച് ഒരു പത്രസമ്മേളനം നടത്തുന്നത് നമുക്ക് ആലോചിച്ചിട്ട് പഠിച്ചതിന് പത്രസമ്മേളനം നടത്താമെന്നുള്ളതാണ് ജഗദീഷിന്റെ മാത്രമല്ല മമ്മൂക്കന്റെ കൂടെ അഭിപ്രായം കൂടി എടുത്തിട്ടാണ്. ജഗദീഷ് ഒറ്റക്ക് പറഞ്ഞാൽ നടക്കാത്ത കാര്യമാണ്. മമ്മൂക്കാന്റെ കൂടെ അഭിപ്രായം കേട്ടതിന് ശേഷം മാത്രമാണ് പെട്ടെന്നുള്ള ഒരു പത്രസമ്മേളനം വേണ്ടാന്ന് വെച്ചതെന്നാണ് ജഗദീഷ് പറയുന്നത്. എനിക്ക് കിട്ടിയ വിവരം അതന്നെ അതിന് ന്യായം അറിഞ്ഞാണ്. എടുത്തിയാടിയിട്ട് ഒരു സംഭവം അറിഞ്ഞപ്പോൾ എടുത്തിയാടിയിട്ട് ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് എന്താ പറയേണ്ടതെന്ന് അവർക്കറിയില്ല. പഠിച്ചതിന് ശേഷം ഒരു കാര്യം ഇത്രയും ഒരു വലിയൊരു ഭീകരമായ സംഭവം നടന്നിട്ട് ആ സംഭവത്തിനെ പറ്റി പഠിക്കാതെ ഒരു അമ്മ പോലത്തെ സംഘടന എടുത്തിയാടിച്ച് പത്രസമ്മേളനം നടത്തുന്നത് ശരിയല്ലെന്ന എന്റെ വ്യക്തിപരമായ അഭിപ്രായം. അല്ല ശ്രീ ലിബർട്ടി ബഷീർ, ഇക്കാര്യത്തിൽ ഇപ്പോൾ ന്യൂസ് 18 ചർച്ചയ്ക്കിടെ ജോസ് തോമസ് പറഞ്ഞത് ഇത് തന്നെയാണ്. അതായത് ഇങ്ങനെ ഗൗരവമുള്ള ഒരു റിപ്പോർട്ട് വരുമ്പോൾ മാധ്യമങ്ങളോട് ഇക്കാര്യം വിശദീകരിക്കേണ്ടതുണ്ട്. ആ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം വിശദമായി പരിശോധിക്കാം. അതിനു മുമ്പ് തന്നെ മാധ്യമങ്ങളോട് ഇക്കാര്യം ഇത് ഗൗരവമുള്ള ഒരു റിപ്പോർട്ടാണ്, അത് പഠിച്ച ശേഷം കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാമെന്ന തരത്തിലുള്ള ഒരു പ്രാഥമികമായ പ്രതികരണം നടത്താൻ മോഹൻലാലും മമ്മൂട്ടിയും ഒരുക്കമായിരുന്നു എന്നാണ്. പക്ഷെ അതിനെ മറ്റു ചിലരാണ് എതിർത്തത്. ആ എതിർത്തവരുടെ കൂട്ടത്തിൽ മുഖ്യ ആൾ എന്നത് ജഗദീഷ് എന്നാണ് പറഞ്ഞത്. എന്റെ ഒരിക്കലല്ല, അവിടെ തന്നെ തർക്ക വിഷയം. ജഗദീഷ് ഒറ്റക്കെടുത്ത തീരുമാനം അല്ല, മമ്മൂക്കയും കൊണ്ട് എടുത്ത തീരുമാനം എന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. മോഹൻലാലിനെ സംബന്ധിച്ച് ഇതിലും വലിയ ഗൗരവമുള്ള പ്രശ്നം വന്നാലും ഒന്ന് നിശബ്ദമായിരിക്കും. ഒരു പ്രത്യേകിച്ച് ഒരു അഭിപ്രായം പറയാത്ത വ്യക്തിയാണ്. എത്രയോ വർഷങ്ങളായിട്ട് എനിക്ക് അറിയുന്ന മോഹൻലാലാണ്. വൃത്തിയായിട്ട് ഒരു അഭിപ്രായം പറയില്ല. മറ്റുള്ളവരുടെ അഭിപ്രായം പറഞ്ഞാൽ അത് അനുസരിക്കും. പ്രത്യേകിച്ച് മമ്മൂക്കാനെ പോലത്തെ കൂട്ടി ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് മറുവശം ഒരു സംസാരിക്കാൻ വേണ്ടി അവിടെ ആരും ഉണ്ടാവില്ല. അതായത് മമ്മൂട്ടിയും പറഞ്ഞു ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം ഇപ്പോൾ നടത്തേണ്ടതില്ല, പ്രതികരിക്കേണ്ടതില്ല എന്നാണോ താങ്കൾ പറയുന്നത്? അത് ഞാൻ പറഞ്ഞല്ല, ജഗദീഷ് പറഞ്ഞതാണ്. ജഗദീഷ് ഇപ്പൊ എന്നോട് പറഞ്ഞതാണ് ഇങ്ങനത്തെ ഒരു പ്രതികരണം, ഇങ്ങനെ ജോസ് തോമസ് ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട് ന്യൂസ് 18. എന്തായാലും സംഭവം ഞാൻ ചോദിച്ചറിഞ്ഞതാണ്. എന്റെ അടുത്ത ഫ്രണ്ടായതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. അപ്പൊ അന്ന് ജഗദീഷ് ഈ വിവരം പറഞ്ഞത്. അപ്പൊ ജഗദീഷ് പറഞ്ഞ് വനിത എന്ന മാസികയിലെ എല്ലാ വിവരങ്ങളും കൊണ്ടിട്ട് നാളെ അത് വായിക്കാൻ പറഞ്ഞു. പക്ഷെ അപ്പോഴും ശ്രീ ലിബർട്ടി ബഷീർ, താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ മാത്രമല്ല മമ്മൂട്ടിയും പറഞ്ഞു എന്നാണല്ലോ അല്ലെ? മമ്മൂട്ടിയുടെ കൂടി അഭിപ്രായം എടുത്തിട്ട് ഞാൻ എന്റെ അഭിപ്രായം മാത്രം എടുത്തുകൊണ്ട് തീരുമാനം എടുക്കില്ല. മമ്മൂക്കയും കൂടി പറഞ്ഞുകൊണ്ടാണ് ആ തീരുമാനം എടുത്തത്. അത് എനിക്ക് തോന്നുന്നത് അതാണ് ശരി എന്നാണ് എനിക്കും തോന്നുന്നത്. പക്ഷെ അപ്പോഴും ഒരു പ്രശ്നമില്ലേ ശ്രീ ലിബർട്ടി ബഷീർ? അതായത് അതിനുശേഷം ആരാണ് പൊതുമധ്യത്തിലേക്ക് ആദ്യമേ തന്നെ വന്നൊരു പ്രതികരണം നടത്തുന്നത്? ജഗദീഷാണ്. ജഗദീഷ് അവിടെ ഒരു പരിധിവരെ അമ്മയെ കുറ്റപ്പെടുത്തുകയും സിദ്ദിഖിന്റെ നിലപാടിനെ തള്ളിക്കളയുകയുമാണ് ചെയ്തത്. പക്ഷേ അങ്ങനെ ആയിരുന്നില്ലല്ലോ സംസാരിക്കേണ്ടിയിരുന്നത്. അതായത് താൻ അടക്കം തീരുമാനിച്ചു ഒരല്പം വൈകി പ്രതികരിച്ചാൽ മതിയെന്ന്. അങ്ങനെയായിരുന്നില്ലേ ജഗദീഷ് സംസാരിക്കേണ്ടത്? അങ്ങനെ ആയിരുന്നില്ല പക്ഷെ ജഗദീഷ് പറഞ്ഞത്. ഇല്ല, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, സിദ്ദീഖിന്റെ പത്രസമ്മേളനം കഴിഞ്ഞതിന് ശേഷമാണ് ജഗദീഷ് സംസാരിച്ചത്. സിദ്ദീഖ് പറഞ്ഞത് തെറ്റാന്നുള്ള തോന്നൽ എനിക്കുണ്ടായില്ല. കാരണം സിദ്ദീഖൊന്നും പത്രസമ്മേളനം നടത്തിയിട്ട് പരിചയക്കുറവുണ്ട്. ജഗദീഷിനെ സംബന്ധിച്ച് അയാളുടെ അധ്യാപകനാണ്. കുറെ വർഷക്കാലം പ്രിൻസിപ്പളായിട്ട് വർക്ക് ചെയ്ത വ്യക്തിയാണ്. അയാൾക്ക് എങ്ങനെ സംസാരിക്കണം, എന്ത് സംസാരിക്കണം എന്ന് വ്യക്തതയുണ്ട്. അയാൾ നന്നായി തന്നിട്ടുള്ള പത്രസമ്മേളനം വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ആവർത്തിച്ച് ചോദിച്ചത്. അങ്ങനെ പറയുമ്പോഴും ഈ സംഘടനാ പ്രതിനിധി എന്ന നിലയിൽ, ഭാരവാഹി എന്ന നിലയിലൊക്കെ
സംഘടനയിൽ എടുത്ത തീരുമാനം സംഘടനയിൽ പറഞ്ഞതിന് വ്യത്യസ്തമായ ഒരു കാര്യമല്ലേ പുറം ലോകത്തോട് ജഗദീഷ് പറഞ്ഞത്? അല്ല, നിങ്ങൾ അവിടെ തെറ്റിപ്പോയിന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കേട്ട സ്ഥിതിക്ക് എനിക്ക് ഞാൻ അങ്ങനെയെങ്കിൽ താങ്കളിലേക്ക് വരും. ഇപ്പോൾ